വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. ദൈവത്തിന് കൊടുക്കുമ്പോ ഉണ്ടല്ലോ നമ്മുടെ എന്താ കൊടുക്കണ്ടേ? ബെസ്റ്റ് കൊടുക്കണം. ആബേലിൻ്റെയും കായലിൻ്റെയും കഥ കേട്ടിട്ടുണ്ട് അല്ലേ? രണ്ടുപേരും ബലി അർപ്പിച്ചു. ഒരാളുടെ ബലിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ ആളുടെ ബലിക്ക് പുള്ളിയുടെ ആ കൃഷിയിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ടൈമില്ലേ, നമ്മുടെ സമയത്തിൽ നിന്ന് ഒരു ടൈം, ഏറ്റവും ബെസ്റ്റ് ടൈം കൊടുക്കുന്ന ആരൊക്കെയുണ്ട്? രാവിലെ എണീക്കുന്ന സമയം, അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ പഠിക്കാൻ ഏറ്റവും എനർജിയുള്ള സമയം. അത് നോക്കി ദൈവത്തിന് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും മറ്റേ പുള്ളിയുടെ ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു സമയം കറണ്ട് പോകുമ്പോൾ പ്രാർത്ഥന, ഇങ്ങനെ ഇതിൽ നമ്മൾ അലൈൻഡാണ്. നമ്മുടെ പ്രശ്നമല്ല, വീട്ടുകാരായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഇതിൽ അലൈൻഡാണ്. എന്തെങ്കിലും കൊടുത്താൽ മതി എന്നുള്ള ഇതിൽ. എന്ന് നിങ്ങൾ ദൈവത്തിന് ബെസ്റ്റ് കൊടുക്കാൻ തുടങ്ങുന്നു, ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. അതിലേക്കാണ് കിടക്കുന്നത്. അപ്പം നമ്മളെവിടെ എത്തി? ധ്യാനകേന്ദ്രത്തിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് കേൾക്കാനും പറയാനും ഏറ്റവും പ്രയാസവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയോ? പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയയും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുള്ള 2 വാക്കുകളാണ് ഇത്. പറയുന്ന എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നതെന്ന് കേട്ടാൽ അവരെ കളിയാക്കും ഞാൻ. അപ്പോൾ ഇങ്ങനെ ഞാനിരുന്ന് ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ഇൻസ്ട്രക്ഷൻ മാനുവൽ. അപ്പം ഞാൻ എല്ലാം പറയുന്ന എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അന്ന് തന്നെ റൂമിൽ പോയിട്ട് അവർ പറഞ്ഞു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോകാൻ. ഏറ്റവും ചെറിയൊരു ഷോർട്ട്സും സ്ലീവ്ലെസ്സും എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ആരും മൊബൈലൊന്നും ചാർജ് ചെയ്യരുത്, നിങ്ങൾ വിചാരിച്ചാലും പറ്റൂല. പ്ലഗ് പോയിൻ്റ് ഒന്നുമില്ല. നേരെ ഫാനിൽ എന്ന് പറയുന്ന 2 ലൈൻ കട്ട് ചെയ്ത് അതിൽ നിന്നൊരു T ജംഗ്ഷൻ ഉണ്ടാക്കി ഒരു വയറിട്ട് മൊബൈൽ ചാർജ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണോ അവിടെ പറയുന്നത് അതിനെല്ലാം എഗെയിൻസ്റ്റായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഷോ കാണിക്കാൻ പറ്റും എന്നുള്ള മണ്ടൻ ചിന്തകളുമായിട്ട് ഞാൻ ധ്യാനം കൂടെയാണ്. 1ാമത്തെ ദിവസമായപ്പോഴേക്കും ഒരു രീതിയിലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം പറയുന്ന ഒന്നും മനസ്സിലാവണില്ല, ഒന്നും ഒന്നും ചെയ്യാതെ ഇരിക്കാനോ. കാരണം എല്ലാവരും കിടന്നിങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ഇടയിൽ കിടന്ന് തലയൊക്കെ എന്താ പറയുക വെടിക്കണ പോലെ ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇറങ്ങി പോകാൻ പറ്റാനുള്ള 10 പ്രാവശ്യം വെള്ളം കുടിക്കാൻ പോകും, മൂത്രമൊഴിക്കാൻ പോകും, വന്നിരിക്കും, ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവസാനം എനിക്ക് ഒരു സംഭവം കണ്ടെത്തി ഈ ധ്യാനം മുന്നോട്ട് പോകാനായിട്ട്. ഒരു ഫ്രണ്ടിൽ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പെങ്കൊച്ചിരിപ്പുണ്ട്. ഞാനാണെങ്കിൽ ബ്രേക്കപ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതിനെ വളയ്ക്കാം. അങ്ങനെ ധ്യാനത്തിന് ഞാൻ എൻ്റെ ഫസ്റ്റ് അജണ്ട എഴുതി ആ കൊച്ചിനെ പോകുന്നതിന് മുമ്പ് ലൈനാക്കണം. അങ്ങനെ എൻ്റെ ഫുൾ കോൺസെൻട്രേഷനും ഇറിറ്റേഷനൊക്കെ മാറി. ആ കൊച്ചു ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും എണീറ്റ് നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് കഴിയുമ്പോൾ കൈവക്കലും സംശയം ചോദിക്കലും അങ്ങനെ വൻ ഷോയൊക്കെ കാണിക്കാൻ തുടങ്ങി. ഈ പെങ്കൊച്ചാണെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിന് ഈശോ അല്ലാതെ വേറെ ആരെയും നോക്കുന്നു, അച്ഛനെ പോലും നോക്കുന്നില്ല. അതുപോലെ ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് വളരെ തീക്ഷ്ണമായിട്ട് ധ്യാനം കൂടുന്നു. മത്തായി 5 എന്ന് പറയുമ്പോഴേക്കും കൊച്ചെടുത്ത് വചനം വായിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മളായിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു പെങ്കൊച്ച്. നമ്മൾ വാശിയല്ലേ, വിടൂല്ലോ. അങ്ങനെ ഞാൻ വളരെ കട്ടയായിട്ട് ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് ശാന്തമായി. അത് കാരണം അതുവരെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിരുന്നു, ഞാൻ ശാന്തമായി. പക്ഷേ ഈ ശാന്തമായപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഈ പറയുന്ന വചനങ്ങൾ ഞാൻ അറിയാതെ കേൾക്കാൻ തുടങ്ങി. അതിനെപ്പറ്റി ചിന്തിക്കും, അങ്ങനെയാണോ, എന്നൊക്കെ പറഞ്ഞ് ഈ വചനങ്ങൾ ഞാൻ അറിയാതെ വചനങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ വചനത്തിന് ജീവനുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഇരുതല വാളാണെന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് പ്രശ്നം. ഇത് അകത്ത് കയറിയാൽ നമ്മളെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ അരുൺ വാട്ട് ആർ യു ഡൂയിങ്? നന്നാവാൻ പോണോ? നോ 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 കം ബാക്ക് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനുമായിട്ട്. അങ്ങനെ അവസാനത്തെ ദിവസത്തെ പരിപാടി അന്ന് അച്ഛൻ പറഞ്ഞു ധ്യാനം എല്ലാം പോയി. പക്ഷേ ഇന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്തതിൻ്റെ മേജർ ഒരു ഇഷ്യൂ. പാപം എല്ലാം ദൈവം ക്ഷമിക്കും.
നിങ്ങൾക്ക് ആരെങ്കിലോടും വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷം ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തിന് നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നവരുടെ അടുത്തൊക്കെ നിങ്ങൾ മാപ്പ് അപേക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. എല്ലാവരുടെ അടുത്തും കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാവരെയും കൗണ്ട് എടുത്തു. ആരൊക്കെ കണ്ണടച്ചു, കണ്ണടച്ചില്ല, നമ്മുടെ കൊച്ചു കണ്ണടച്ചു, കണ്ണടച്ചിട്ടുണ്ട്, അത് ആദ്യം കണ്ണടച്ചു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ലാസ്റ്റ് എൻ്റെ നോട്ടം അച്ഛൻ്റെ കണ്ണുമ്മ അറിയാതെ പെട്ടുപോയി. അച്ഛനാണെങ്കിൽ എന്നെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ നാളുകൂടി ഞാൻ ഒന്ന് പേടിച്ചു, ഞാൻ കണ്ണടച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ വൈദികരെ, നിങ്ങളുടെ ചെറുതിലെ വൈദികരെയോ സിസ്റ്റേഴ്സിനെയൊക്കെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞുനാളിലിങ്ങനെ ചെറിയൊരു നരേഷൻ തുടങ്ങി. ഞാനൊരു 70mm സ്ക്രീനിലൊരു സിനിമ കാണാൻ തുടങ്ങി. ഞാൻ LKG തൊട്ട് പഠിച്ച സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ്. അന്ന് തൊട്ട് എന്നെ ഹാൻഡിൽ ചെയ്തതെല്ലാം സിസ്റ്റേഴ്സാണ്. അവരെ പറയാത്തത്, അവരെ പറ്റി ചിന്തിക്കാത്തതും ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ പള്ളിയിലെ വികാരി അച്ഛൻ, കാറ്റീസത്തിന് ബലം പിടിക്കുന്ന അച്ഛൻ, എല്ലാവരും ഇങ്ങനെ മനസ്സിലൊന്ന് ഓരോ മുഖമായിട്ട് വന്ന് നിറഞ്ഞ് ഒരു 19 പേരൊക്കെ കഴിയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റാതെ ഇതിലും കൂടുതലുണ്ടോ. എൻ്റെ മനസ്സിൽ ഭയങ്കര വിങ്ങൽ നിറയാൻ തുടങ്ങി, വിഷമം വരാൻ തുടങ്ങി, ഞാൻ അസ്വസ്ഥനാവാൻ തുടങ്ങി. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥത. അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ കൂട്ടത്തിൽ 2 വൈദികരുണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആരെയാണോ കണ്ടത് ആ രൂപം അവരാണെന്ന് വിചാരിച്ച് ഈ വൈദികരുടെ സിസ്റ്റേഴ്സിൻ്റെ കാലുമ പിടിച്ച് മാപ്പ് പറയാണ് നമ്മളുടെ അടുത്ത്. കാലുമ പിടിക്കാൻ ഞാൻ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും നടക്കൂല, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ബലം പിടിക്കും തോറും എൻ്റെ അസ്വസ്ഥത കൂടാൻ തുടങ്ങി. ഞാൻ വല്ലാതെ എന്താ പറയുക, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ഞാനവിടെ വീണു പോവും. ആ സിറ്റുവേഷനിലെത്തി. എൻ്റെ ബോഡി എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് ഞാൻ ഷിവർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, അച്ഛൻ പറഞ്ഞ പോലെ കേൾക്കാം, പോയി കാലു പിടിക്കാം. പക്ഷേ വൈദികൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കാലു പിടിക്കാൻ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എല്ലാവരും ഇങ്ങനെ നോക്കും, പോണ കണ്ടില്ലേ, മഹാഭാവി പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യും. ഞാനിതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്, ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഈ അസ്വസ്ഥത ഒരു ലെവലെത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, എനിക്കൊന്നും കുഴപ്പമില്ല, ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണു തുറന്ന വഴി എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും എൻ്റെ അടുത്തില്ല. എല്ലാവരും അച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കാലം കിടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും സന്തോഷമായി. എല്ലാവരും പാപികളാണ്. ഓടിച്ചെന്ന് സൈഡിൽ കൂടി ചെന്ന് ഒരു അച്ഛൻ്റെയും കാലുമത്തൊട്ടു, സിസ്റ്ററിൻ്റെയും കാലുമത്തൊട്ടു, ഒരു സോറി പറഞ്ഞ് ബാക്കിൽ വന്നിരുന്നു. അപ്പോൾ ഈ കയറിയ സാധനമൊക്കെ ചെറുതായിട്ട് ഇറങ്ങിയിട്ട് ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടി. ഞാൻ ചിരിച്ചിങ്ങനെ ബാക്കിൽ വന്ന് സിനിമയൊക്കെ കാണുന്ന പോലെ എല്ലാവരുടെയും മുഖഭാവവും കരച്ചിലും അനുഗ്രഹിക്കുന്നതൊക്കെ കണ്ടിരിക്കുകയാണ്. അച്ഛൻ രണ്ടാമത് പറഞ്ഞു, കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഇപ്രാവശ്യം അച്ഛൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കണ്ണടച്ച് അച്ഛൻ പറഞ്ഞു പാരൻസിനെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോൾ അതേ പിന്നെയും മുമ്പത്തെ എൻ്റെ അച്ഛൻ്റെയും സിസ്റ്ററിനെ പറ്റി ചിന്തിച്ചപ്പോൾ എന്താണോ ഉണ്ടായത് അതിൻ്റെ 4 ഇരട്ടി ദുഃഖവും വിഷമവും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അമ്മക്കറിയാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. ഞാൻ എന്നൊക്കെ പുറത്തേക്ക് എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടോ, അന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ചേച്ചിയുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ഞാനന്ന് 10 പഠിക്കുന്നു, 10 ജസ്റ്റ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അന്ന് പുറത്തൊരു ഷെഡിൽ ആണ് മിനി ബാർ, അകത്ത് വീട്ടിൽ കസിൻസും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പരിപാടി നടക്കുന്നു. അപ്പോൾ ആണുങ്ങളും എല്ലാവരും അവിടെയാണ്. ഞാനാണ് അതിൻ്റെ മെയിൻ ഓൾ ഇൻ ഓൾ കോർഡിനേറ്റർ ബാറിൻ്റെ. അങ്ങനെ ഞാൻ അന്ന് സ്റ്റൈലിൽ മുണ്ടാണ് എടുത്തേക്കുന്നത്. അവിടുത്തെ പരിപാടി ഐസ് എന്തോ തീർന്നെടുക്കാനായിട്ട് ഞാൻ ഓടി വരികയാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് വരുന്ന ഫോക്കസ് ഐസ് വേണം, എത്രണ്ണം വേണം, ഇനി എന്തൊക്കെ ബോട്ടിൽ വാങ്ങണം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഓടിക്കയറി വരുന്നത്. ആ ടെൻഷനിൽ അറിയാതെ മുണ്ടിൻ്റെ ഒരു തുമ്പിൽ ചവിട്ടിപ്പോയി സ്റ്റെപ്പ് കയറിയപ്പോൾ. അങ്ങനെയാണ് കയറി ചെന്ന വഴി എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും ആറ്റിറ്റ്യൂഡ് കിട്ടില്ല, ഞാനും ആറ്റിറ്റ്യൂഡിൽ തിരിച്ചു തന്നെ നോക്കി അടുക്കളയിൽ പോയി ഐസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. അപ്പോൾ ഇത് ഇറങ്ങി വന്നപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും കൂടിയേ കാണാൻ ബാക്കി ഉണ്ടായിട്ടുള്ളൂ, എന്ത് ഐസാ. അത് കഴിഞ്ഞ് അമ്മ തിരിച്ച് ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയ പോലെയല്ല ഞാൻ തിരിച്ചു വന്നത്. ഞാൻ ഉടുത്തിരുന്ന ഒരു സാധനം അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കിടക്കണം. എനിക്ക് മനസ്സിലായി എന്താ പറ്റിയെന്ന്. ഞാനെടുത്ത് ആ വഴി ഓടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, അതെല്ലാം കസിൻസും ഫ്രണ്ട്സും എല്ലാവരുടെ മുമ്പിലാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ അമ്മയ്ക്ക് എൻ്റെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരയിപ്പിക്കാത്ത ദിവസം വളരെ കുറവാണ്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമം വന്നു. ഞാൻ ശരിക്കും ഈ ഭൂമിയിൽ ജനിക്കരുതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു ആ സമയത്ത്. കാരണം എന്നെ സ്നേഹിക്കുകയും എന്നെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്ത പാരൻസിന് ഇതുപോലെ വിഷമവും വേദനയും കൊടുക്കാൻ മാത്രമായിട്ട് എന്തിനായിരുന്നു ഞാൻ ജനിച്ചതെന്നൊക്കെ ചിന്തിച്ചു.
അങ്ങനെ എന്താ പറയുക, അതിൻ്റെ മുകളിലൊന്നും ചിന്തിക്കാനില്ല. ആ സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുകയാണ്. ഞാൻ തീരുമാനം എടുത്തു, വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും ഞാൻ മാപ്പ് പറയും. അവരെ കാലുമ പിടിക്കുക, അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഇതൊക്കെ 4ാം ക്ലാസ്സിൽ നിർത്തിയതാണ്. എന്നൊക്കെ തീരുമാനമെടുത്ത് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഈ ചെറിയ സങ്കടവും ഇഷ്ടമൊക്കെ കുറച്ച് കുറഞ്ഞു. ഞാൻ തീരുമാനമൊക്കെ എടുത്ത് ഇങ്ങനെ ബാക്കിലിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവിടെ നല്ല കാരണന്മാരൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നു, അനുഗ്രഹിക്കുന്നു, ഭയങ്കര ബഹളങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രം ശാന്തമായിട്ടൊരു കോർണറിലേക്ക് മാറി. ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ സന്തോഷവും സമാധാനവും അനുഗ്രഹിക്കലുമായിട്ട് നല്ല എന്താ പറയുക, ഇത്രയും നല്ല പ്ലസൻ്റ് ഒരു സീൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും നല്ല പ്ലസൻ്റ് ഒരു സീനൊക്കെ കണ്ട് ഞാനിങ്ങനെ ബാക്കിലിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെയും അച്ഛൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനായിരുന്നു ആലോചിക്കും, കൂടെ പഠിച്ചവർ, സീനിയേഴ്സ്, ഒരുപാട് പേര്. എൻ്റെ ലിസ്റ്റ് ഇങ്ങനെ പേജ് കണക്കിന് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. ഒരുപാട് പേരുകൾ, എന്തൊക്കെ അവരോടൊക്കെ മാപ്പ് പറയണം. കാണാൻ പറ്റാത്ത ആൾക്കാരെ ഓരോരുത്തരെ ആലോചിച്ച് ഞാൻ മനസ്സിൽ മാപ്പ് പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ കാലുമ ഒരു ചൂട് അനുഭവപ്പെട്ടു. എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ ആരും എൻ്റെ കാലുമ പിടിച്ചിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ശ്രദ്ധിച്ചു നോക്കി. ഞാൻ വിചാരിച്ചു ഹലൂസിനേഷൻ ആയിരിക്കും, കാരണം വേറൊരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. വിഷമങ്ങളും ഇതൊക്കെ ആയിട്ട് ചിന്തിച്ച് പിന്നെ എനിക്ക് റിയലായിട്ട് മനസ്സിലായി ആരും എൻ്റെ കാലുമ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. മുടിയുണ്ട്. ലാസ്റ്റ് കണ്ണുനീര് എൻ്റെ കാലുമ വീഴാൻ തുടങ്ങി. അതോടുകൂടി എൻ്റെ എല്ലാം പോയി. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. ഇനി ആരുടെ മുമ്പിൽ മുഖത്ത് നോക്കാൻ, ഒരാളെ പോലും ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ എല്ലാം നശിച്ച് വട്ടപൂജയായിട്ട് നിൽക്കുന്ന എൻ്റെ കാലും ഒരാൾ പിടിച്ചേക്കുന്നു. സത്യമായിട്ടും ആരെങ്കിലും ഒരു ഗൺ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്ത് തീർത്തേനെ. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. ആരും എൻ്റെ കാലുമ കിടന്ന് കരയണം. അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ശബ്ദം പോയി. ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങി. ഞാൻ വേർക്കാൻ തുടങ്ങി. ആ കൊച്ച് എണീറ്റ് പോകുന്നില്ല. ഒരു കണക്കിന് ഞാനിത് ആരാന്ന് നോക്കിയപ്പോഴായിരുന്നു ഇത്രയും നേരം ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്ന പെങ്കൊച്ചായിരുന്നു എൻ്റെ കാൽമ പിടിച്ചേക്കുന്നത്. അതായത് സെക്കൻഡ് ഡേ എനിക്കൊരു അജണ്ട ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ മുമ്പ് ഒരു മറ്റേ വുഡ് ബി ആക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന ആ പെങ്കൊച്ചാണ് എൻ്റെ കാൽമ പിടിച്ച് കരയുന്നത്. അപ്പം ഞാൻ ഇതെന്തിനാ എൻ്റെ കാൽമ പിടിച്ചേക്കുന്നത്, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ കൊച്ചാണെങ്കിൽ എണീറ്റും പോകുന്നില്ല. ഞാൻ വേഗം കണ്ണടച്ചു. അച്ഛൻ പറഞ്ഞതിൻ്റെ ബേസിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം അച്ഛൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കണം. ഇതിന് മുമ്പ് എന്താ പറഞ്ഞത്, എന്താ ടെൻഷൻ കാരണം കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. ലാസ്റ്റാണ് എനിക്ക് പെട്ടെന്ന് കത്തിയത്. അതിന് തൊട്ടു മുമ്പ് അച്ഛൻ പറഞ്ഞ്, നിങ്ങൾ സഹോദരന്മാരെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരാളെ സ്വന്തം സഹോദരനായിട്ട് കണ്ട് കാൽമ പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞേക്കാൻ. ഇതിനാണ് ഈ കൊച്ചൻ്റെ കാൽമ പിടിച്ച് കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 150 പേരുണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല ഈ മാറിയിരിക്കുന്ന എന്നെ എങ്ങനെ സഹോദരനായിട്ട് കാണാൻ പറ്റിയത്. അതോടുകൂടി ഞാൻ തകർന്നു. ഇത്രയും നേരം ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ചെയ്യാത്തൊരു കാര്യമുണ്ട്. എൻ്റെ തുള്ളിയിൽ നിന്ന് ഒരു കണ്ണുനീര് വന്നില്ല. ഞാൻ ബലം പിടിച്ചു നിന്ന്. അതിൽ എൻ്റെ എല്ലാം പോയി. എനിക്ക് തൊടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്താ പറയുക, നോക്കി റേപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത്രയും മോശപ്പെട്ട ഒരാളാണ്. ആരെ കണ്ടാലും വളരെ മോശമായിട്ടേ നോക്കുകയുള്ളൂ. എൻ്റെ കാലുമേ എനിക്ക് തൊടാൻ പറ്റുന്നില്ല. അതിനുള്ള ചങ്കൂറ്റുമില്ല. കാരണം എൻ്റെ സ്പർശനം വരെ പാപമാണെന്നുള്ള ചിന്തയിലേക്കാണ്. എന്നൊരു കണക്കിന് ആ കൊച്ചിൻ്റെ തലമുടിയുമൊക്കെ തള്ളി ഇല്ല ക്ഷമിക്ക് എന്ന് പറഞ്ഞ ആ കൊച്ചൊക്കെ എനിക്ക് ആ വാക്ക് ഒരു രീതിയിലും പറയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് എണീറ്റ് നിന്ന് ചിരിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോട് ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ ബബാന്നും പറഞ്ഞു. ആ കൊച്ച് തിരിഞ്ഞു പോയി. എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. എല്ലാവരും തിരിച്ചു പോയി. അച്ഛൻ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരുടെയും കരച്ചിലും കഴിഞ്ഞു. ശാന്തമായി. എല്ലാവരും ശാന്തമായിട്ടിരിക്കാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊരു മറ്റേ പട്ടി മൂങ്ങുന്ന ശബ്ദം കേട്ട ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കും. ഞാനായിരുന്നു, വേറെ ആരുമല്ല. എനിക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും കാമായി. ലാസ്റ്റ് അച്ഛൻ എൻ്റെ ശല്യം കൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് നിർത്തി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു. ആരും എൻ്റെ അടുത്തേക്ക് വന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് അവസാനത്തെ കണ്ണുനീരും അവസാനത്തെ ഏങ്ങലും കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നുറങ്ങി. എത്ര മണിക്കൂർ ഇരുന്നു എന്ന് എനിക്കറിയില്ല. അവിടെ കിടന്നുറങ്ങി. ആദ്യമായിട്ടാണ് ഞാനങ്ങനെ ലഹരി ഇല്ലാതെ കിടന്നുറങ്ങുന്നത്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം എന്തോ കിടന്ന വഴി ഉറങ്ങുന്നത്. അങ്ങനെ എണീറ്റപ്പോൾ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ പതിവില്ലാത്തൊരു സന്തോഷവും സമാധാനം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ചിരിക്കാൻ തുടങ്ങി. അതുവരെ എൻ്റെ ഇതിലില്ലാത്ത ഒരു സംഭവമായിരുന്നു ചിരിക്കുക എന്നുള്ളത്. ഫുൾ ആറ്റിറ്റ്യൂഡായിരുന്നു ആരെ കണ്ടാലും. ചിരിച്ചെല്ലാവരും പോയി വിഷ് ചെയ്തു, സ്തുതി പറഞ്ഞു. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക, ഒരു ലെവലിലേക്ക് ഞാൻ അറിയാതെ തന്നെ ഞാൻ മാറിപ്പോയി.
അങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥന, ആ ലാസ്റ്റ് ഒരു ദിവസം മാത്രമേ ഞാൻ ധ്യാനം കൂടിയുള്ളൂ. ഇരുന്ന് സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, ഉള്ളിലെ ഭാരങ്ങളെല്ലാം മാറി, വളരെ ഫ്രീ ആയി. അന്നാണ് ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ള വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം, ആരെ വേണമെങ്കിലും തല്ലാം, വെല്ലുവിളിക്കാം, എവിടെ വേണമെങ്കിലും ടൂർ പോവാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇതായിരുന്നു എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഡെഫിനിഷൻ. പക്ഷേ അതുവരെ ഞാൻ കൊണ്ടു നടന്നിരുന്ന ബാഗേജ്, ചെയ്ത പാപങ്ങളുടെ വെയിറ്റ് ഞാൻ താങ്ങുന്നെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. അത് ഇറക്കി വെച്ചപ്പോഴാണ് ആ വെയിറ്റ് ഇറങ്ങിപ്പോയി. ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് സമാധാനം എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ തീരുമാനം എടുത്ത പോലെ തന്നെ വീട്ടിൽ ചെന്നു, പാരൻസിനെ കണ്ടു, ഓരോരുത്തർ മാപ്പ് പറഞ്ഞു. എൻ്റെ ലൈഫ് ഒരുപാടുണ്ടായിരുന്ന ഈ ദുശീലങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നിർത്താൻ തുടങ്ങി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലിമിറ്റഡ് ഇൻട്രാക്ഷനായി. എന്തിനാണ് കാര്യം അറിഞ്ഞാലേ പോവുള്ളൂ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലിമിറ്റ് ചെയ്ത് ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ ബലം പിടിക്കുന്നില്ല, ഞാൻ അറിയാതെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ പോകാനും ജപമാല എല്ലാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും കൈവക്കി പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ നമ്മളെവിടെയായിരുന്നു? എൻ്റെ മാനസാന്തരം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡിഗ്രി പേപ്പർ കിട്ടി. എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല. പെട്ടെന്ന് MBA ചെയ്യാമെന്നൊരു ഐഡിയ വന്നു. അങ്ങനെ MBA ചെയ്യാനായിട്ട് ഒരു കോളേജിൽ ചെന്നു. അവിടെയും എന്നെ കാത്ത് ഒരു ടീം ഇരിപ്പുണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു ടീം ഉണ്ടായിരുന്നു അല്ലേ, അതുപോലെ ഇവിടെയും എന്നെ കാത്തൊരു ടീം ഉണ്ടായിരുന്നു. അവർ എല്ലാ വ്യാഴാഴ്ചയും അവിടെ ഒരു ഗ്രൂപ്പ് വിടും. എന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും, ഈശോയുടെ പാട്ട് പാടും. ജീസസ് യൂത്തിൻ്റെ ഒരു പ്രേ ഗ്രൂപ്പായിരുന്നു അത്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ജൂനിയേഴ്സിനെ തപ്പിച്ചെല്ലും. എന്തിനാണ്? ആരും ചെയ്തിട്ടില്ല, പൊന്നു മക്കള് അല്ലേ. ആദ്യത്തെ ദിവസം ജൂനിയേഴ്സിനെ എന്തിനാ വെൽക്കം ഡേക്ക് വിളിക്കാനായിട്ട് ചെല്ലും അല്ലേ. ഈ സീനിയേഴ്സ് തന്നെ വന്ന് ഇവിടെ ഒരു പ്രേ ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം ചെന്നു. എനിക്ക് അന്ന് ധ്യാനത്തിന് കിട്ടിയ അതേ സന്തോഷവും അതേ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടി. മുടങ്ങാതെ പോകാൻ തുടങ്ങി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഞാനിനി വരില്ല എന്ന്. കാരണം അതൊരു 10-18 ഗേൾസും 3-4 ബോയ്സും ആയിരുന്നു. അത് കുറഞ്ഞ് ഞാൻ മാത്രമേ പോകാൻ തുടങ്ങിയത്. പക്ഷേ എനിക്കത് മുടക്കാൻ പറ്റിയില്ല. കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിലും ഞാൻ ഫ്രീ ആവുന്ന സ്ഥലം, സന്തോഷിക്കുന്ന സ്ഥലം അതായിരുന്നു. വ്യാഴാഴ്ച 5:30 ആവാൻ കാത്തു നിൽക്കുമായിരുന്നു പ്രേ ഗ്രൂപ്പിന് ഓടിച്ചെല്ലാനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ മുടങ്ങാതെ പോവാം തുടങ്ങി. ആ ചേച്ചിമാരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ഞാൻ അതുവരെ ഞാനൊരു പ്രേ ഗ്രൂപ്പ് എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, യുവജനങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ കേൾക്കാനിടയിൽ ചേച്ചിമാർ വന്നപ്പോൾ തൊട്ട് ഈ കോളേജിൽ പ്രേ ഗ്രൂപ്പ് തുടങ്ങാൻ ആഗ്രഹമായിട്ട് നടന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ പെർമിഷൻ ചോദിച്ചു, കൊടുത്തില്ല. അവിടെ ഒരു ചാപ്പലുണ്ട്, മദർ തെരേസയുടെ പേരിലുള്ള ആദ്യത്തെ ചാപ്പലാണത്. അവിടെ നിന്ന് ചരലും മണ്ണും ഒക്കെ വിരിച്ചിട്ട് മുട്ടുകുത്തി കൈ വിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യുവജനങ്ങൾ എൻ്റെ കൂടെയുണ്ട്. അത് പ്രൊഫഷണൽ കോളേജാണ്, മാസ്റ്റർ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവരും അസൈൻമെൻറ്റ്, സെമിനാർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓർഗനൈസേഷൻ സ്റ്റഡി, അത് ഇതെന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ ഇവർ കോളേജ് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഒരുമിച്ചിരുന്ന് വരുന്ന യുവജനങ്ങൾക്കും പുതിയ ബാച്ചിനും വേണ്ടിയൊക്കെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന കുറച്ച് യുവാക്കൾ, ഒന്നും അറിയാത്ത പുതിയ ഒരു പരിചയമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് യുവജനങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ. കാരണം എന്നെ യൂട്ടിലൈസ് ചെയ്യാനും ഞാൻ യൂട്ടിലൈസ് ചെയ്യാനും ഉള്ള ഫ്രണ്ട്ഷിപ്പും ടീമൊക്കെ എനിക്ക് അറിയുള്ളൂ. ഇതൊരു പരിചയമില്ല, ഒരു നേട്ടമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ ചേച്ചിമാർ എന്തു പറയുന്നു അത് ചെയ്യാൻ തുടങ്ങി. എപ്പോഴും അവരുടെ ഗ്രൂപ്പിന് പോകും. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രൊജക്റ്റായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. പക്ഷെ പോയി വരുന്നവരെ അരുണായിരിക്കും ഈ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ശരി, റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു തമാശയ്ക്ക് എൻ്റെ കുറച്ച് പ്രാർത്ഥനയും തീക്ഷ്ണതയൊക്കെ കൂട്ടാൻ വേണ്ടി പറയുന്നതെന്ന് വിചാരിച്ചു. അവർ പോയി ഈ ആഴ്ച കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഒരാഴ്ചയുണ്ട് പ്രേ ഗ്രൂപ്പിന്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി എല്ലാവരുടെ അടുത്തും പയ്യെ ചോദിക്കാൻ തുടങ്ങി. നീയാണല്ലോ അടുത്ത പ്രേ ഗ്രൂപ്പ് ചെയ്യണേ, ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയും. അങ്ങനെ ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ വേറൊരാളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പോവാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ മാത്രമാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കുന്നത്. ഞാനിവിടെ ജപമാല എന്താണെന്ന് പഠിക്കുന്നു, പള്ളിയിൽ പോകാൻ തുടങ്ങുന്നു, ബേസിക് സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ അടുത്ത് പ്രെയർ ഗ്രൂപ്പ് ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് ടെൻഷനായി. കാരണം ഈ ചേച്ചിമാർ ഇത്രയും പ്രാർത്ഥിച്ച് ത്യാഗം എടുത്ത് 6-7 മാസം കൊണ്ട് വളർത്തിയെടുത്ത ഗ്രൂപ്പാണ്. അത് ഞാൻ ലീഡ് ചെയ്യണം, ഞാൻ ഗൈഡ് ചെയ്യണം. അവർ വരുമ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. എനിക്ക് ഭയങ്കര ടെൻഷനായി, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഒരു രാത്രി ഞാൻ ചാടി എണീറ്റ് അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്.
അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? ഞാൻ വേഗം ഓടിപ്പോയി ടെറസിൽ പോയി നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ വാർഡനില്ല. പിന്നെ ടി വിയിൽ ചാനലിൻ്റെ ബട്ടനൊക്കെ പറിച്ചെടുത്തേക്കെ, FTV അല്ലാതെ വേറൊരു ചാനലും വർക്ക് ചെയ്യില്ല, ചേഞ്ച് ചെയ്യാനും പറ്റില്ല. പുറത്ത് എപ്പോഴും വോളിബോൾ കളിക്കുന്നുണ്ടാവും, നല്ല ഒരു റൂമിൽ ചീട്ട് കളി ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ഭാഷകളും നല്ല ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ആരെങ്കിലും പരീക്ഷ അല്ലാത്ത സമയത്ത് ബുക്ക് എടുത്ത് അവനെ ബെഞ്ചേപ്പാട് എടുത്ത് പുറത്തിട്ടിട്ട് റൂം ലോക്ക് ചെയ്ത് കീ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു സീനിയേഴ്സ്. അപ്പോൾ അവിടെ വേണം എനിക്കിരുന്ന് എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. ഈ അറ്റ്മോസ്ഫിയറിൽ വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇവരുടെ ആരെയും കണ്ണ് എത്താത്തൊരു സ്ഥലം കണ്ടെത്തണം. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ മറ്റേ സെപ്റ്റി ടാങ്കിൻ്റെ ഒരു ഹോസ് വരുന്ന പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് വരില്ല. എൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ ആ ഏരിയ മാത്രമേ ഉള്ളൂ ഇവർ എത്താത്തത്, ഇവരുടെ കണ്ണെത്താത്തതും കളിക്കുമ്പോൾ കാണാത്തത്. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നല്ല രസമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേക്കും മറ്റേ ഇൻസ്ട്രുമെൻസ് ഒക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി കുറേ പേര് ചുറ്റും കൂടും, നല്ല കൊതുകുകൾ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നല്ല എനർജി ആയിരിക്കും ആ സമയത്ത്. അവിടെ ഇരുന്ന് വേണം എനിക്ക് പ്രാർത്ഥിക്കാൻ. എനിക്ക് വേറെ ഓപ്ഷനില്ല, പ്രാർത്ഥിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. 3-4 ദിവസം കൂടിയുള്ളൂ പ്രയർ ഗ്രൂപ്പിന്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരിക്കും പ്രാർത്ഥന എന്താണെന്ന് ഞാൻ അന്നാണ് പഠിച്ചത്. ഒരു രഹസ്യം കഴിഞ്ഞ് രണ്ടാമത്തെ രഹസ്യത്തിൽ ഞാൻ കരയാൻ തുടങ്ങും. കാരണം പേടിയാണ്, സ്നേഹം കൊണ്ടല്ല കേട്ടോ. പ്രയർ ഗ്രൂപ്പിന് വരും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയൂല ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങും. പിന്നെ കൂടുതലും കരച്ചിലായിരിക്കും. രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് പോകലൊക്കെ കണക്കായിരിക്കും. അങ്ങനെ ഒരു 3-4 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രയർ ഗ്രൂപ്പിന് ഒരു ദിവസം മുമ്പ് എനിക്ക് പെട്ടെന്ന് ഇതുപോലെ കിടന്നുറങ്ങിയപ്പോൾ ഒരു ചിന്ത കിട്ടി. ഞാൻ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേരെ വിളിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി പാട്ട് പാടണം, നമുക്ക് ഈ പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞ് കുറച്ച് പാട്ടുകൾ എഴുതി കൊടുത്തു. വചനത്തിൻ്റെ വായിക്കേണ്ട ഒരു പോർഷൻ സെലക്ട് ചെയ്തു. നമുക്ക് പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ എന്താ പറയുക ഒരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രയർ ഗ്രൂപ്പ് വന്നപ്പോൾ ഈ ചാർട്ട് അനുസരിച്ച് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞാൽ അവർ പോയത് അറിഞ്ഞേയില്ല, നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞ് പാട്ട് പാടിയവരെ എന്നെയൊക്കെ വന്ന് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്ത് പോയി. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കാര്യം ചെയ്തിട്ട് നീ ചെയ്തത് നന്നായെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുന്നത്. വീട്ടിൽ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ തന്നു വിടൂല. ഒന്നില്ലെങ്കിൽ ആ പൈസയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ആ ബില്ല് കളഞ്ഞിട്ട് വരും. അത്ര ഉത്തരവാദിത്വമായിരുന്നു എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വരെ. കടയിൽ എഴുതിയാലും ക്യാഷിൽ തൊടാൻ എന്നെ കാര്യമായിട്ട് അനുവദിക്കില്ല. കാരണം 100 രൂപ വന്നാൽ ഞാൻ 500 രൂപ ചിലപ്പോൾ ബാക്കി കൊടുക്കും. അപ്പോൾ ഇത് കാരണം അത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത ഞാൻ ആദ്യമായിട്ടാണ് ഉത്തരവാദിത്തത്തോടു കൂടി ഒരു ചെറിയ കാര്യം ചെയ്ത് എനിക്കൊരു അഭിനന്ദനം കിട്ടണേ. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം പ്രാർത്ഥിക്കുക, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതാണെന്ന്. ഞാനത് ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലകൾ 2-3 ഒക്കെ ചെല്ലാൻ തുടങ്ങി. ഞാൻ വീണു പോയിട്ടില്ല, പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ ഒരു 1000 പ്രാവശ്യം വീണു പോയിട്ടുണ്ടാവും. ഞാൻ എന്തൊക്കെ നിർത്തിയല്ലെങ്കിലും പല പ്രാവശ്യവും പിന്നെയും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാൻ കുമ്പസാരം എന്ന കൂതാശയോട് ചേർന്ന് നിൽക്കും. എല്ലാ പ്രാവശ്യം കുമ്പസാരിക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെൻ്റ് എടുക്കും, ഇനി ഞാനത് ചെയ്ത് ഒരിക്കലും നിൻ്റെ മുമ്പിൽ വരില്ല എന്ന്. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പോകും, സെയിം പാപം തന്നെ ചെയ്തിട്ട്. അപ്പം ഇങ്ങനെ കുമ്പസാരിച്ച് ഈശോനെ ശല്യപ്പെടുത്തി. കാരണം വേറെ നിവർത്തിയില്ല എനിക്ക്. ഈ ഗ്രൂപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ വിശുദ്ധിയിൽ പ്രാർത്ഥിച്ച് പോയാലേ ഇത് മുമ്പോട്ട് പോകുള്ളൂ, ആ ഒരു ബോധ്യമുണ്ട്. അത് കാരണം ഈശോനെ ശല്യപ്പെടുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ഐഡിയകൾ വരാൻ തുടങ്ങി. ഗ്രൂപ്പിനെ പറ്റി ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. ധ്യാനം നടത്താനുള്ളൊരു പ്ലാൻ ചെയ്തു. അങ്ങനെ ആ കോളേജിൽ ക്രിസ്ത്യൻ കോളേജാണ്. ഇതുവരെ അവിടുത്തെ അച്ഛന്മാർ വിചാരിച്ചിട്ട് പോലും ഒരു 1 ഡേ റിട്രീറ്റ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. ക്രൗഡ് പറഞ്ഞിട്ട് ഇത് ഹാഫ് ഡേ ആയിട്ട് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ആ കോളേജിൽ 5 ദിവസത്തെ ധ്യാനം പ്ലാൻ ചെയ്തു. അതിന് റിസോഴ്സിനെ ഏൽപ്പിച്ചു, കോർഡിനേറ്റ് ചെയ്യാൻ ആൾക്കാരെ ഏൽപ്പിച്ചു. ആ ധ്യാനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കോർഡിനേറ്റ് ചെയ്തു. അതായത് ധ്യാനം നടക്കണം, ഭക്ഷണം, ഇവരുടെ താമസം, കുമ്പസാരം നടക്കണം, കൗൺസിലിംഗ്, നിങ്ങൾക്ക് ഇവിടെ ധ്യാനം കൂടും അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് എത്തണം. ഞാൻ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഞാൻ ചെയ്തു. കൂടെ ചെയ്യാനായിട്ടൊരു ടീമും വന്നു. ഞങ്ങൾ ശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാനും ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കാനും തുടങ്ങി. ഒരുപാട് ചേഞ്ചസ് വന്നു. 100ഓളം പിള്ളേർ ധ്യാനം കൂടി, 5 ദിവസം ധ്യാനം കൂടിയവർക്കെല്ലാം ഭയങ്കര അനുഭവമായി. എല്ലാവരും വന്ന് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ഭയങ്കര ഫെസ്റ്റിവലായിരുന്നു ആ സംഭവം. അങ്ങനെ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസം എന്താ പറയുക, വെളുപ്പിനായിരിക്കും കിടന്നുറങ്ങുന്നത്. ഒരു 2 മണി 3 മണി 5 മണിക്ക് ഇങ്ങനെ ഒരു സ്വിച്ച് ഇട്ട പോലെ ചാടി എണീക്കും, ബൈബിൾ എടുക്കും, വായിക്കും, ധ്യാനത്തിൻ്റെ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓടും. ക്ഷീണം എന്താണെന്നറിയില്ല, തളർച്ച അറിയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, കത്തിജ്വലിച്ച് നടക്കുകയാണ്.
അങ്ങനെ അത് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നു. ഇന്ന് അത് ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്ക് നടക്കില്ല. അന്ന് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ എനിക്ക് അതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു അനോയിൻറ്റിങ് കിട്ടിയ പോലെ ആയിരുന്നു ഒരു 5 ദിവസം. അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഹോസ്റ്റലിലെ സിസ്റ്റർ മദർ വിളിച്ചിട്ട് പറഞ്ഞു, അരുൺ, യു ആർ ദ ബ്ലെസ്സിങ് ഓഫ് ദിസ് കോളേജ് എന്ന് പറഞ്ഞു. ഞാൻ അനേകം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, 10-20 വർഷമായിട്ട് ഒരുപാട് ബാച്ചിനെ കാണുന്നുണ്ട്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, യു ആർ ദ ബ്ലെസ്സിങ് ഓഫ് ദിസ് കോളേജ്. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞ് അവിടെ മുട്ടുകുത്തി ഞാൻ വീണുപോയി. കാരണം ഇതുവരെ എന്നെ പഠിപ്പിച്ചേക്കുന്ന സിസ്റ്റേഴ്സും എല്ലാവരും എന്നെ പറ്റി ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇതുപോലെ ആവരുത്. അപ്പോൾ ഇതെല്ലാവരെക്കാളും അവരുടെ എല്ലാവരുടെയും മുഖമാണ് ഞാൻ ഈ സിസ്റ്ററിൽ കണ്ടത്. എൻ്റെ ഇങ്ങനെ ഇത്രയും അനുഗ്രഹീതമായൊരു എന്താ പറയുക മെഡൽ എനിക്ക് അതിൽ പിന്നെയും കിട്ടിയിട്ടില്ല. അതായിരുന്നു എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡായിരുന്നു അത്. അങ്ങനെ അത് വാങ്ങി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞ് ചേച്ചിമാർ വന്നു. അവർ ഞങ്ങൾ മുകളിലൊരു ചെറിയ റൂമിലിരുന്ന് കൂടിയിരുന്ന ആ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ പ്രേ ഗ്രൂപ്പില്ല. അപ്പോൾ ഒരു വിചാരിച്ചു, പറഞ്ഞ പോലെ ആയല്ല, ഗ്രൂപ്പില്ലല്ലോ. അപ്പോൾ താഴെ സ്തുതിക്കുന്ന ശബ്ദം കേട്ട് അടിയിലെ ഓഡിറ്റോറിയത്തിൽ വരുമ്പോൾ 100 കണക്കിന് പിള്ളേർ കയറാൻ സ്ഥലമില്ലാതെ വാതിലിൻ്റെ അവിടെയൊക്കെ തിങ്ങി കൂടെ നിന്ന് കൂടുന്നൊരു പ്രേ ഗ്രൂപ്പ് കണ്ടു. അവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ചെറിയ 10-15 പേര് വരുന്ന ഗ്രൂപ്പ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രേ ഗ്രൂപ്പായിട്ട് തമ്പുരാനെടുത്ത് മാറ്റി, തമ്പുരാനെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള സകലരും ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവിനും ഓടി നടക്കുമ്പോൾ ഞാൻ പ്രേ ഗ്രൂപ്പ്, അതിൻ്റെ കോർ ടീം, മ്യൂസിക് മിനിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നു. എന്നെ സബ് റീജിയൻ്റെ കോർഡിനേറ്ററായിട്ട് മാറ്റി. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരാൻ തുടങ്ങി. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ സമയമില്ലാതെ കറക്റ്റ് പഠനം കഴിഞ്ഞ് ഈ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറി. ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അങ്ങനെ ഞാൻ ഹാവൽസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പോയി. അന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ അടിച്ച് തന്നു. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവും ഫസ്റ്റ് ജോബും. അവിടെ നിന്ന് തൊട്ട് എൻ്റെ കരിയർ എൻ്റെ തമ്പുരാൻ കൈപിടിച്ച് നടത്താൻ ഒരു ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യുക, റെസ്യൂം അയക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടുന്ന് തമ്പുരാനെടുത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് വേൾഡിലെ തന്നെ നമ്പർ 1 കമ്പനിയായ കോളർ എന്ന് പറഞ്ഞ സാനിറ്ററി മാനുഫാക്ചറിങ്ങിൽ വേൾഡിലെ തന്നെ നമ്പർ 1 പ്ലെയറാണ്. അതിൻ്റെ കേരള ഹെഡ് ചെയ്യാണ് ഞാൻ. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും IIT IIM ഗ്രാജുവേറ്റ്സ് ആണ്. ഒരാളുടെ കൂടെ ഒരു IQ ലെവലിലോ ഇൻ്റലക്ച്വൽ ലെവലിലോ ഒന്നിലും ഞാൻ ഒരു രീതിയിൽ അവരുടെ അടുത്ത് പോലും വരില്ല. ഞാൻ എന്തായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, അത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്, അമ്മയുടെ കൂടെ നടക്കാൻ ജപമാലയിൽ പ്രാർത്ഥിച്ച് ഈശോനെ പറ്റി ചിന്തിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് കൈകൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതുവരെ കേട്ട കാര്യങ്ങളെല്ലാം ഒന്ന് ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കണ്ണടയ്ക്കാം തീക്ഷ്ണമായിട്ട്. നമ്മുടെ അതിരത്തിൽ നിന്ന് വരുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന കേൾക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. സ്വന്തം അമ്മേനെ വിളിക്കുന്ന പോലെ വിളിക്കുക. എൻ്റെ അമ്മേ, എന്നെ സഹായിക്കണേ അമ്മേ. എൻ്റെ എല്ലാ കുറവുകളും, ഞാനായിരിക്കുന്ന അവസ്ഥ ഇത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കരം പിടിച്ച് മുറുകെ പിടിച്ച് ഈശോയിലേക്ക് എന്നെ വഴി നടത്തണമേ. എൻ്റെ കരിയറും എൻ്റെ കഴിവുകളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എനിക്ക് എന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കുള്ളതെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ച് അമ്മ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എന്നെ നടത്തണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷയോളണമേ. ആമേൻ.